മലപ്പുറത്ത് സിറ്റിംഗ് സീറ്റുകൾ പോലും ജമാഅത്തേക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുന്ന ലീഗിന്റെ വിശാലമായ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി സീറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണിത്. മലപ്പുറം നഗരസഭയിൽ 33-ാം വാർഡ്, അതും ലീഗിന്റെ സിറ്റിംഗ് വാർഡ്. ലീഗ് സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു. എന്നാൽ ബുധനാഴ്ചയോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. സിറ്റിംഗ് സീറ്റ് ലീഗ് നേതാക്കൾ സ്വന്തം പ്രവർത്തകർ പോലും അറിയാതെ വെൽഫെയർ പാർട്ടിക്ക് മറിച്ചു നൽകി. പ്രാദേശിക ഘടകത്തിന്റെ കടുത്ത എതിർപ്പ് മറികടന്നാണ് തീരുമാനം. അങ്ങാടിപ്പുറത്തും ഏലംകുളത്തും ലീഗിന്റെ സീറ്റാണ് നൽകിയത്. ഏലംകുളത്ത് കഴിഞ്ഞ വർഷം നടന്ന ലീഗ് ജമാഅത്തെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥ ഇങ്ങനെയാണ്. LDF 8, UDF 7, വെൽഫെയർ 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വെൽഫെയർ പാർട്ടിയുടെ ഏക അംഗം UDF-നൊപ്പം ചേർന്നതോടെ LDF-നും UDF-നും സീറ്റ് നില തുല്യമായി. തുടർന്ന് നറുക്കെടുപ്പിലൂടെ UDF ഭരണം നേടുകയായി. കുട്ടിലങ്ങാടിയിൽ കഴിഞ്ഞ തവണ ലീഗിന്റെ സിറ്റിംഗ് സീറ്റിലാണ് വെൽഫെയർ ജയിച്ചത്. ഇത്തവണ ഒരെണ്ണം കൂടി അധികം നൽകി. കണ്ണമംഗലത്തും ലീഗിന്റെ വാർഡാണ് വെൽഫെയറിന് നൽകിയത്. നിറമരുതൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന വട്ടത്താണി ബ്ലോക്ക് ഡിവിഷൻ ലീഗ് വെൽഫെയറിന് നൽകി. കഴിഞ്ഞ തവണ വനിതാ ലീഗ് നേതാവ് K. സൽമത്ത് വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ വാർഡാണിത്. തിരൂർ നഗരസഭയിൽ ലീഗിന്റെ കുത്തക സീറ്റായ 22-ാം ഡിവിഷനാണ് വെൽഫെയറിന് നൽകിയത്. വെട്ടം പഞ്ചായത്തിൽ ലീഗ് മേധാവിത്വമുള്ള 2 വാർഡുകളാണ് നൽകിയത്. ചിലയിടങ്ങളിൽ കോൺഗ്രസ് ലീഗ് നിർബന്ധത്തിൽ വെൽഫെയർ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി രംഗത്തുണ്ട്. ലീഗിന്റെ ജമാഅത്തെ ബന്ധത്തിൽ പ്രതിഷേധിച്ച് നിരവധി പേരാണ് ഇതിനോടകം രാജിവെച്ചത്. തിരൂരിൽ ലീഗ് നേതാവും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ബക്കർ പറവണ്ണം രാജിവെച്ച് CPM-നൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്ക് സീറ്റ് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർ കൊണ്ടോട്ടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PP റഹ്മത്തുള്ള രാജിവെച്ചു. മലപ്പുറത്തെ UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന് പകരം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായി മാറുകയാണ്.